ക്വാറിയുടമയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ കൊടകര സ്വദേശി അജിത്ത് 2020 നവംബർ 17-നാണ് അറസ്റ്റിലാകുന്നത്. 5 മണിക്ക് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. 1.5 കിലോമീറ്ററിൽ താഴെ ദൂരമുള്ള സബ് ജയിലിലേക്ക് നടന്നുപോയാൽ പോലും അരമണിക്കൂർ കൊണ്ടെത്തുമെന്നാണ് അജിത്ത് പറയുന്നത്. എന്നാൽ പോലീസ് ജീപ്പിൽ എത്തിച്ചത് 3.25 മണിക്കൂർ കൊണ്ട്. ഇത് ചോദ്യം ചെയ്ത് അറസ്റ്റിലായ അജിത്ത് കോടതിയെ സമീപിച്ചു. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയതാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇതോടെ പോലീസിനെതിരെ കോടതിയെ സമീപിക്കാൻ അജിത്ത് തീരുമാനിക്കുകയായിരുന്നു. കേസിൽ തന്നെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റിനെ 1-ാം സാക്ഷിയും കോടതിയിലെ ജൂനിയർ സൂപ്രണ്ടിനെ 2-ാം സാക്ഷിയുമാക്കി പട്ടിക നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, അത് റിമാൻഡിൽ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ട്. ആ ഓർഡർ കൃത്യമായി പാലിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പരാതി. അപ്പോൾ മജിസ്ട്രേറ്റിനെയും ഇതിനകത്ത് ഒപ്പുവെച്ച ജയസ് ഉണ്ട്, കോടതിയിലെ ജയസ്, ആ ജയസിനെയും ഞാൻ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഒത്തുതീർപ്പിന് ഇരിങ്ങാലക്കുടയിലെ ഒരു ഹോട്ടലിലേക്കാണ് തന്നെ കൊണ്ടുപോയതെന്നാണ് അജിത്ത് പറയുന്നത്. കൊടകര SHO ചെയ്തു കൊടുത്ത ഒരു ഔദാര്യമാണ്, അതായത് പറമടക്കാരനെതിരെ കൊടുത്ത പരാതികൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊടകര ടൗണിലെ SHOക്ക് 8 സെൻറ്റ് സ്ഥലം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അതിന് നികുതി അടച്ചിട്ടില്ല. കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് സ്വന്തം മൊഴി രേഖപ്പെടുത്തുന്ന പതിവില്ലാത്തതിനാൽ തുടർ നടപടികൾ എന്താകുമെന്ന കാത്തിരിപ്പിലാണ് പരാതിക്കാരൻ. അഭിഭാഷകൻ കൂടിയായ അജിത്ത് ഫയൽ ചെയ്ത അന്യായത്തിൽ കൊടകര CI ആണ് എതിർകക്ഷി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.